എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ മുളകാപ്പൊടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവയിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് കേട്ടോ. അധികം ചേരുവകളൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചമ്മന്തിപ്പൊടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കപ്പ് ഉഴുന്നാണ് ഞാൻ ചേർക്കുന്നത്. ഉഴുന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഉഴുന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരും. ആ സമയം വരെ നമുക്കതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉഴുന്നൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ടു ലോയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ പിടിക്കും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ഉഴുന്ന് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ അത് തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം അതിനകത്തേക്ക് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ ഉഴുന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു 15ഓളം വറ്റൽമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു കളറും കിട്ടും, അധികം എരിവ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി നല്ല എരിവുള്ള വറ്റൽമുളകും പകുതി കാശ്മീരി വറ്റൽമുളകായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുക്കാം. ഇനി വറ്റൽമുളക് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം മുളക് പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുളക് പൊടി ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ മുളക് ഇവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എത്രയും ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിക്ക്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിവേപ്പില മുളകൊക്കെ കഴുകി എടുത്തതായതുകൊണ്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോയി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ വേണം നമുക്കത് മാറ്റി വയ്ക്കാനായിട്ട്. വെള്ളാംശം ഉണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ അത് അവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉഴുന്നൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഉഴുന്ന് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉഴുന്നൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഉഴുന്ന് ഞാനിവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയുടെ കളവ് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മൾ ഉഴുന്ന് പൊടിച്ച് വെച്ചില്ല അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് വലിയ ജാറാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കായത്തിൻ്റെ പൊടിയുടെ ഫ്ലേവർ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് ചേർത്തിട്ട് യോജിപ്പിച്ചാൽ മതി. പച്ചയായിട്ട് ഒരിക്കലും മുളക് പൊടി ചേർക്കരുത്, അപ്പോൾ ഒരു പച്ചക്കുത്ത് വരും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാൻ. ഇതിലിപ്പോൾ എല്ലാവരും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം ഒരു കുപ്പിയിലിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്തിട്ട് നന്നായിട്ട് ചാലിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്